വേനൽ ചൂടിലും സുഖമായി ഉറങ്ങാം. ഞാൻ അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യൻ. വേനൽക്കാലത്ത് AC ഇല്ലാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് രാത്രിയിൽ സുഖമായി ഉറങ്ങുവാനുള്ള ഒരു വിദ്യയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രാത്രികാലങ്ങളിൽ എപ്പോഴും നമ്മുടെ മുറിക്കുള്ളിലെ അന്തരീക്ഷത്തിലെ ചൂടിനേക്കാൾ വളരെ കുറവായിരിക്കും പുറത്തെ അന്തരീക്ഷത്തിൽ. ഏകദേശം ഒരു 3-4 ഡിഗ്രി കുറവായിരിക്കും. ആ തണുത്ത വായുവിനെ ആവഹിച്ച് നമ്മുടെ മുറിയിലേക്ക് പ്രവേശിപ്പിച്ചാൽ മുറി തണുക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ ധാരാളമുള്ള വായു നമുക്ക് ലഭിക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കിടക്കുന്ന ബെഡിനോട് അഭിമുഖമായി വരുന്ന ഒരു ജനൽ മാത്രം തുറന്നിടുക. കർട്ടൻ ഉണ്ടെങ്കിൽ അത് മാറ്റുക. അതിനുശേഷം ഒരു എക്സോസ്റ്റ് ഫാനോ ഒരു ടവർ ഫാനോ ഒരു ടേബിൾ ഫാനോ ഏതെങ്കിലും നമ്മൾ ഈ ജനലിനോട് ചേർത്ത് വെച്ച് ക്രമീകരിക്കുക. കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫിക്സ് ചെയ്യുക. ഏറ്റവും നല്ല എക്സോസ്റ്റ് ഫാനാണ്. മുറിയിലേക്ക് പുറത്തുനിന്ന് വായു പ്രവേശിക്കത്തക്ക രീതിയിൽ വേണം അത് ക്രമീകരിക്കുവാൻ. നമ്മൾ കർട്ടൻ ഉണ്ടെങ്കിൽ കർട്ടൻ മാറ്റണം. അതുപോലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിന് ഗ്രില്ലുള്ള ഫാനുകളായിരിക്കണം. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ഈ ഫാൻ ഓൺ ചെയ്തിടുക. പുറത്തുള്ള തണുത്ത വായു മുറിക്കകത്തേക്ക് പ്രവേശിക്കും. ഫ്രഷ് ആയിട്ടുള്ള വായു, അതുപോലെ തന്നെ വിത്ത് ഓക്സിജൻ. രാത്രി കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് തണുക്കും. നല്ല സുഖമായി നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ഇത് വളരെ ചെലവ് കുറഞ്ഞൊരു മാർഗമാണ്. നമുക്ക് AC ഒക്കെ വില താങ്ങാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കറണ്ട് ചാർജ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാഭമാണ്. ഒരു മുറിയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ചൂട് നമ്മുടെ മുറിയിലെ അന്തരീക്ഷം ചൂടാക്കും. അതുപോലെ തന്നെ ഫാൻ സ്ഥിരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലെ വായു ചൂടാകുകയാണ് ചെയ്തത്. കൂടാതെ കൂടുതൽ ആളുകൾ ഒരു മുറിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുറിയിലെ ചൂട് കൂടും. അതുപോലെ തന്നെ ഓക്സിജന്റെ അളവ് മുറിയിൽ കുറയും. ഇതെല്ലാം നമുക്ക് പരിഹരിക്കപ്പെടും. പുറത്തുനിന്ന് ഫ്രഷ് ആയിട്ടുള്ള വായു, നല്ല ഓക്സിജനുള്ള വായു മുറിക്കകത്തേക്ക് പ്രവേശിക്കും. രാത്രിയിൽ തണുക്കും. രാത്രി കുറച്ച് കൂടി സമയം ചെല്ലുമ്പോൾ കൂടുതൽ തണുക്കും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കാം. ഇത് വളരെ ഫലപ്രദമായൊരു കാര്യമാണ്. ഇനിയും ഇതുപോലുള്ള വേറെ വീട്ടിലെ മുറികൾ തണുപ്പിക്കാനുള്ള വേറെ വിദ്യയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അഡ്വക്കേറ്റ് ജോബി സെബാസ്റ്റ്യൻ. താങ്ക് യു.